ജെസിസ് വേഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന ഒരു ജന്മദിനാഘോഷമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, പുരാതന കാലത്ത് അതിസമ്പന്നരും രാജാക്കന്മാരും മാത്രം ആഘോഷമാക്കിയിരുന്ന ജന്മദിനവും അതുപോലെ വിവാഹ വാർഷികവും ഒക്കെ ഇന്ന് സാധാരണക്കാർ പോലും അതിഗംഭീരമായി ആഘോഷിക്കുകയും അവ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്രീമുകളും ഫ്ലേവറുകളും അടങ്ങിയ കേക്കുകൾക്ക് പകരമായി നാം ഒന്ന് മാറി ചിന്തിക്കുകയും തിരിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സാധാരണഗതിയിൽ നമുക്കറിയാം, കേക്കൊക്കെ ക്രിസ്മസ് കേക്ക് ആയാലും മറ്റ് എന്ത് ആഘോഷങ്ങൾക്കായാലും നമ്മൾ കേക്ക് വാങ്ങുന്നു. അത് പ്രായത്തിന്റെ വ്യത്യാസമില്ലാതാണ് നമ്മൾ കേക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് വരുന്ന ആരോഗ്യസ്ഥിതിക്ക് ഈ കേക്കിന്റെ ഉപയോഗം എല്ലാ ഏജിലുള്ളവർക്കും കഴിക്കാൻ നിർബന്ധം ആവണമെന്നില്ല അവരുടെ ആരോഗ്യസ്ഥിതി പ്രകാരം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരത്തില് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യപരമായിട്ട് ജൈവപരമായിട്ട് കൃഷി ചെയ്ത ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാ അവസരങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനിക്കാം. അതായത് ബർത്ത്ഡേ ആകട്ടെ, ഇനി ഒരാൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാകട്ടെ, ആ സമയത്തൊക്കെ നമുക്ക് ഓർഗാനിക്കലി ഗ്രോൺ, അതായത് ജൈവ രീതിയിൽ കെമിക്കൽ പെസ്റ്റിസൈഡുകൾ ഒന്നും യൂസ് ചെയ്യാതെ കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ് നമ്മുടെ രമ ടീച്ചർ ബിസിനസ്സായിട്ട് റിപ്പയർ ചെയ്തതാണ്. ഇപ്പോൾ ടീച്ചറുടെ കൃഷിത്തോട്ടത്തിൽ ഞാൻ നിരന്തരം സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ടീച്ചറിന്റെ കൃഷിത്തോട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫ്ലവറിങ് പൊഴിയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ടീച്ചറെ KVക്ക് ബന്ധപ്പെട്ട സമയത്ത് ഞാൻ അവിടെ പോവുകയും അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു മാർഗനിർദ്ദേശം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ആയതെന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻ മിക്സർ പ്രയോഗിക്കുന്നതിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ടീച്ചർ മനസ്സിലാക്കി കൊടുത്തു. വളരെ ഭംഗിയായിട്ട് അടുത്ത സീസൺ, അതായത് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ടീച്ചറിന് ഒരു പൂക്കളും പൊഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം ആ ഒരു നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു ബന്ധം തുടർന്നുകൊണ്ടിരിക്കുക.
അവിടെ ടീച്ചറിന്റെ വീട്ടിൽ ദിനത്തിൽ പോകുമ്പോൾ ടീച്ചറിന്റെ ഹസ്ബൻഡ് സാറിന് വേണ്ടി പരിചയപ്പെട്ടു. അപ്പൊ സാറിന്റെ ഒരു ഐഡിയ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റുകള് ഇങ്ങനെ കേക്കുകളും മറ്റ് ഹെവി ആയിട്ടുള്ള ഫാറ്റും ഷുഗർ കണ്ടന്റും ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതേപോലെ കേക്കിന് പ്ലാൻ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാർ, നല്ല ഐഡിയ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബോക്സ് ഒക്കെ ഡിസൈൻ ചെയ്തു. ഒരുപാട് പാടുപെട്ട് ഇങ്ങനെ ഒരു ബോക്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ. റെഡിമെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് പോകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി, അതായത് നമ്മൾ പറയുന്നത്. പിന്നെ അല്ലാത്ത സാധാരണ ബോക്സ് മേടിച്ച് അതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ടീച്ചർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന്. അപ്പൊ ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ പ്രൊഫസർ KVK കൊല്ലമാണ്. അതുപോലെ തന്നെ ഇതിനെ ഫസ്റ്റ് സെയിൽ നടത്തുന്നത് നമ്മുടെ കോട്ടാത്ര ശ്രീകുമാർ എന്ന് പറഞ്ഞ മീഡിയയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണാണ്. അത് റിസീവ് ചെയ്യുന്നത് ഏഷ്യാനെറ്റ്, നിങ്ങൾക്കൊക്കെ മുഖം നല്ല പരിചയമായിരിക്കും, പ്രദീപ് വൈഗ സീരിയൽ നടനാണ്. പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലിലൊക്കെ പോലീസ് ഓഫീസറിന്റെ പിന്നെ റോളൊക്കെ എടുക്കുന്നതിന് അദ്ദേഹമാണ് റിസീവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ ആദ്യം പ്രൊഫസർ KVK കൊല്ലം ഇൻസാൻ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ കർഷകയായ ടീച്ചറിനെ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാഡത്തിന്റെ ഹസ്ബൻഡ് സാറ് കേരള ബാങ്കിൽ നിന്ന് റിട്ടയർഡാണ്. സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ, അതുപോലെ പ്രദീപ് വൈഗ, രണ്ടുപേരെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ സന്നിധരായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഫാമിംഗ് ട്രെയിനിങ്ങിന്റെ CRP-മാർ, അവരെയും KVK കൊല്ലത്തിന്റെ എല്ലാ സ്റ്റാഫുകളെയും, അതേപോലെ മീഡിയ പേഴ്സൺ ആയിട്ടുള്ള എന്റെ സീനിയർ ആയിട്ടുള്ള കൈരള TVയിലെ രാജ്കുമാർ ചേട്ടന്റെ ക്യാമറാമാൻ, ഇവരെ എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഒരു 2 വാക്ക് സംസാരിക്കാൻ ഈ ഇതിന്റെ ഗിഫ്റ്റിന്റെ ഡിസൈനിങ് കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ടീച്ചർ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജന്മദിനമാണ്. എല്ലാ ജന്മദിനങ്ങളും നമ്മൾ ഒരു കേക്ക് മുറിച്ചാണ് ആഘോഷിക്കാറുള്ളത്. ഞങ്ങൾ രണ്ടുപേരും പ്രായമായി വരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ട് മാറി ചിന്തിച്ചതാണ് ഈ വർഷം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന 100% ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്, മറ്റ് രോഗങ്ങൾക്കൊക്കെ നമുക്ക് ആശ്വാസം തരുന്ന ഒരു പഴമാണ് ഡ്രാഗൺ പഴം. ഇതിനെ നമുക്ക് ഒരു ഗിഫ്റ്റാക്കി അത് കേക്കിന് പകരം ആക്കിയാൽ എന്താ എന്നൊരു ചിന്ത ഞങ്ങളിലുണ്ടായി. ആ ചിന്തയുടെ ഫലമായിട്ട് ഞങ്ങൾ ഈ ചെറിയ ഗിഫ്റ്റ് ബോക്സ് സദാനന്ദപുരത്ത് സാറിൻ്റെ സഹായം നമുക്ക് വളരെ ഉണ്ടായി. സാറിൻ്റെ സഹായത്തിൽ ആണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തത്. അത് ഏകദേശം ഇത് എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ KVKയുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ പേഴ്സൺസൊക്കെ നമ്മളോട് സഹകരിച്ചു. അതുപോലെ തന്നെ പ്രശസ്ത നോവലിസ്റ്റും മാധ്യമപ്രവർത്തകരുമായ കോട്ടാത്തല ശ്രീകുമാർ സാറ്, സിനിമ, സീരിയൽ, അതുപോലെ മിമിക്രി രംഗത്തെ മികച്ച കലാകാരനായ നമ്മുടെ പ്രദീപ് വൈഗ, എല്ലാവരും ചേർന്ന്, അതുപോലെ തന്നെ നമ്മുടെ KVKയിലെ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ബിനീസ മാഡത്തിന് ഈ ജൈവ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് മാഡം ഇങ്ങനെ ഒരു അവസരം നമുക്കിവിടെ ഒരുക്കി തന്നത്. അതുപോലെ ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും, മീഡിയ പേഴ്സൺസ് എല്ലാവരെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ജൈവ കൃഷി രീതി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. 100% ജൈവ കൃഷി രീതിയിൽ വളർത്തിയ ഡ്രാഗൺ പഴമാണ്. ഞാനിതിനെക്കുറിച്ച് കൃത്യമായും മീഡിയാസ് വഴി ഇതിൻ്റെ കൃഷി രീതികളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഇത് ഓരോന്ന് കൃഷി ചെയ്ത് നമ്മുടെ രോഗങ്ങളെ അകറ്റണം. അതായത് നമ്മൾ വീണ്ടും വീണ്ടും മധുരമുള്ള സാധനങ്ങൾ കഴിച്ച് രോഗങ്ങളാകുന്നതിന് പകരം ഇത് ഒക്കെ കഴിച്ചിട്ട് ഈ രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടണം എന്ന സന്ദേശമാണ് ഞാനിതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏവർക്കും നന്ദി. ഈ അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയും. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനിയായ നമ്മുടെ ടീച്ചർ രമാഭായി മാഡം, ഹസ്ബൻഡ്, പിന്നെ ഇന്ന് ഈ ഒരു
സെയിൽ നടത്താൻ വേണ്ടി ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളായ കോട്ടയത്തിലെ ശ്രീകുമാർ സർ, പ്രദീപ് വൈക, കർഷക സുഹൃത്തുക്കളെ, എൻ്റെ KVK സ്റ്റാഫ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം പറയുകയാണ്. ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇതോടെ ചെയ്യുന്നത്. ചില പ്രത്യേകിച്ച് ഡോക്ടർ സരോജ് കഴിഞ്ഞ ഒരാഴ്ച മൊത്തം ഡൽഹിയിലായിരുന്നു. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു. ആക്ച്വലി ആദ്യം ഞാൻ കേട്ടപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇവിടെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ 5 ദിവസം നിലനിൽക്കുന്ന ഒരു പരിശീലന ഒരുപാട് നടക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും അവസാന സമയമായപ്പോൾ എല്ലാം ഒത്തുവന്നു എന്ന് പറയാം. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ. ഞാൻ ഈ സ്വരവിധൊക്കെ അയച്ചപ്പോൾ ഞാൻ മാഡത്തിന് യൂട്യൂബ് ചാനൽ കാണുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് എത്രത്തോളം ഈ മാഡം കൃഷി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ മാഡത്തിന് താല്പര്യവും, കാരണം മാഡം റിട്ടയർഡ് ടീച്ചറാണ്. അപ്പം ഈ ഒരു ഏജിലും അതിന് റിട്ടയർമെൻറ്റിന് വേണ്ടി വിശ്രമിക്കുമ്പോൾ വിശ്രമമില്ലാതെ ഈ ഒരു കൃഷിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അതിൽ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് സാറിന് കിട്ടി കാണും. ഈ നമ്മുടെ KVKയുടെ പല സപ്പോർട്ടും ടീച്ചർ കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നതിന് ഇടയായി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു ന്യൂ കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ കൺസെപ്റ്റ്? ഇല്ല. അപ്പം സാധാരണ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ നമ്മുടെ ലവ്ഡ് വൺസിന് കൊടുക്കുന്ന കേക്കാണ്. ആ കേക്കിനകത്ത് നമുക്കറിയാം പല ഘടകങ്ങളുണ്ട് അല്ലേ? ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ, അതൊന്നും പക്ഷേ നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നതാണോ? അല്ല. എന്നാൽ അത് വ്യത്യസ്തമായി ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മാഡത്തിന്റെ ചാനൽ നിങ്ങൾ നോക്കിയാൽ കാണാം. ഒരുപാട് ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള വൈറ്റമിൻസ്. പ്രതിരോധ ശേഷി കുറവുള്ളപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കോവിഡ് ഓരോരുത്തർക്ക് അല്ലെ പെട്ടെന്ന് നമുക്ക് പറയുന്നത് പറയാം. അപ്പോൾ ആ രീതിയിൽ അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ടാബ്ലറ്റ് വൈറ്റമിൻ സി എടുക്കുമായിരുന്നു. കാരണം അത് ഓരോ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ കോവിഡ് വരത്തില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, കുറച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഈ ഒരു ഫുഡിനകത്ത് ഏറ്റവും റിച്ച് വൈറ്റമിൻ സി ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫ്രൂട്ടിന് കഴിയും. അതുപോലെ റിച്ച് ഇൻ ഫൈബർ ഉള്ളത് നമ്മുടെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അത് നമ്മുടെ ഹാർട്ടിന്റെ ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമാണ്. അതുപോലെ ധാരാളം മറ്റ്, അതായത് നമുക്ക് എല്ലാവരും ചിന്തിക്കുന്നത് മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ പേഷ്യൻസിന് ഇതൊക്കെ തിന്നുന്ന ചിന്തയുണ്ട്. പക്ഷെ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് വളരെ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പൊ എല്ലാ തരത്തിലും അതിന് പ്രത്യേകിച്ച് കളർ, ഈ കളർ വേണമെങ്കിൽ നാച്ചുറൽ കളറായിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാമല്ലോ, നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയെല്ലാം വളരെ ചുമന്നിരിക്കും. അങ്ങനെ ഒരു കളർ നമുക്ക് നാച്ചുറൽ അല്ല സിന്തറ്റിക് ആയിട്ട് കളർ ഉപയോഗിച്ചപ്പോൾ കിട്ടാത്ത രീതിയിലുള്ള കളർഫുള്ളാണ്. കുറേ കഴിയുമ്പോൾ ആ കളർ പോകാൻ തരാം. അത്രയ്ക്ക് എല്ലാ തരത്തിലും വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു എല്ലാ വൈറ്റമിൻസ് കൊണ്ടും നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇന്ന് കർഷകരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കർഷകർ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട്. അതിന് വളരെ വ്യത്യസ്തമായി അതിന് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പാണത്. അതായത് ഫ്രൂട്ട് മാഡത്തിന് ഏകദേശം 5 വർഷമായിട്ട് ഈ കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് എനിക്ക് തോന്നുന്നു അവിടെ തന്നെ മാഡം സെയിലാക്കുന്നുണ്ട്. മിനിമം 1 കിലോയ്ക്ക് 170 റുപ്പീസ് നമുക്ക് കിട്ടും. നല്ല ലാഭകരമായ കൃഷിയാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു ഹെൽത്ത് ആ ഒരു കൺസെപ്റ്റും കൂടെ വെച്ചുകൊണ്ട് ഒരു ബോക്സിൽ ഇത് പിന്നെ ചെയ്തിട്ടൊരു ഫുഡ് ബാസ്ക്കറ്റിൽ ഫ്രൂട്ടായിട്ട് ഒരു ഹാമ്പറായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് ആ ഒരു ഇഷ്യൂസ് നമുക്ക് ഒരുപാട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു പുതിയ അറ്റംപ്റ്റിലേക്ക് പ്രത്യേകിച്ച് കൃഷിക്കാരെ കേട്ടതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ തുടർന്ന് മാഡത്തിന് ഇതിലുള്ള നമ്മുടെ പ്രത്യേകിച്ച് ഇതിന്റെ വാല്യൂ അഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സയൻസ് കമ്മ്യൂണിറ്റി സയൻസ് ഷംസിയുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് വിചാരിക്കുന്നത് പഴം കഴിക്കുകയല്ല, അതുപോലെ തന്നെ ഇത് ഒരുപാട് സാലഡിൽ ചേർക്കാം, സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ ജ്യൂസ്, ഒത്തിരി കാര്യങ്ങളിനകത്ത് നമുക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഫർദർ ഡെവലപ്മെന്റ് ഞങ്ങളുടെ കൃഷി കേന്ദ്ര മാഡത്തിന്റെ സപ്പോർട്ടും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ അധികം സമയം എടുക്കാത്ത കാരണം നമുക്ക് ഓൾറെഡി ട്രെയിനിങ് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം സിനിമ അതുപോലെ മീഡിയ ഇതിലൊക്കെ വളരെ തിരക്കുള്ള മാഡത്തിന്റെയും മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തിലൂടെ ഈ ഒരു ബോക്സ് നൽകുന്ന ഈ ഒരു ഗിഫ്റ്റ് പാക്കേജ് നമുക്ക് ഈ പാക്കേജിന്റെ ഫസ്റ്റ് സെയില് നമ്മുടെ പട്ടണത്തിൽ
ഏറെ പ്രിയമുള്ളവരെ, ബഹുമാനിയായ ഡോക്ടർ വിനീസാണ്. നിങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞില്ല, എന്നാൽ പറയാതെ പറഞ്ഞു. നമുക്ക് 10:30 സെമിനാർ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളാരും പ്രസംഗിക്കരുത് എന്നൊരു സൂചന തന്നതിൻ്റെ പേരിൽ ഞാൻ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ, ഞാൻ വിശ്വാസിയല്ല, എന്തായാലും അമ്പലവുമായി സഹകരിച്ചു പോകുന്നതാണ്. അവിടെ ചെന്നൊരു വാർപ്പിനകത്ത് നിറയെ പായസം. ഇത് ആർക്കും വേണ്ടാതില്ല, കാരണം ഒരു പൊങ്കാലുള്ള ദിവസമായത് രാവിലെ. അതുകൊണ്ട് എല്ലാവരും കഴിച്ചതിൻ്റെ ബാലൻസ് ഇരിക്കുക. അപ്പം ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇത് മേശപ്പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ പുണ്യം പ്രവർത്തി എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഇച്ചിരി ചിരിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചതായിട്ട് ഒരു 10 മിനിറ്റിനകത്ത് ഒരു 100 പേര് അവിടെ ക്യൂ നിൽക്കുകയാണ് എൻ്റെ ഇത് വാങ്ങാനായിട്ട്. അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു നിവേദ്യം ഭക്തിപൂർവ്വം വാങ്ങാനായി അവർ ക്യൂ നിന്ന് ഇതിൽ നിന്ന് മുഴുവൻ വാങ്ങി ആ വാർപ്പ് മുഴുവൻ കാര്യമാക്കി. നമ്മുടെ റോഡ് സൈഡിലെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടം പോലുണ്ട്. ആർക്കും വേണം, അത് പോകുന്ന വഴിക്ക് ചിലരൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. പക്ഷെ മനോഹരമായി ഒന്ന് പാക്ക് ചെയ്ത് ഒരു പിറന്നാൾ സമ്മാനമായി ആരെങ്കിലും കൈ കൊടുക്കുമ്പോഴാണ് അതൊരു വാല്യൂ ഉള്ളത്. അത് ഏറ്റവും ആധികാരമായിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടീച്ചർക്ക് പ്രത്യേകമായ ഒരു അഭിനന്ദനവും കൈവരി. ടീച്ചറുടെ ഹസ്ബൻഡിന് പിറന്നാളാണ്. പ്രത്യേകമായ പിറന്നാൾ ആശംസകൾ നേരുന്നു. വർത്തമാനം നേടുന്നില്ല. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂട്ടാകുന്ന തരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കിടയിൽ എല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുന്നത് അപകടമാണ് ഇപ്പോഴത്തെ കാലത്ത്. ഞാൻ ഉൾപ്പെടെയുള്ള 40 വയസ്സുള്ള എനിക്കും ഷുഗറൊക്കെ ഉള്ള ആളായി മാറി. അപ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാം ആവശ്യത്തിന് മാത്രം ഇതെല്ലാം കഴിക്കുക. എന്നാൽ പരമാവധി ക്രീമും മറ്റു കേക്കുകളെല്ലാം ഒഴിവാക്കി ഇതിലേക്ക് വരുന്നത് നല്ലതാണ്. പ്രകൃതിയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങണം. ഒന്ന് നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പോലും പ്രകൃതിയുമായി ആരും ഇണങ്ങുന്നില്ല. ചെവിയിൽ ഫോണിന്റെ സംവിധാനങ്ങൾ തിരികെ കയറ്റി ഒന്നുകിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. പ്രകൃതിയിൽ ഒരു ശബ്ദം പോലും ആരും കേൾക്കാത്ത ഒരു കാലത്ത് കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം മൂല്യങ്ങളെ തിരിച്ചുകൊണ്ടുവരാനുള്ള നടത്തുന്ന ഈ പരിശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇതുപോലെ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. സൂചിപ്പിച്ചപോലെ തന്നെ നിങ്ങൾ പലർക്കും ചിലപ്പോൾ പ്രോഗ്രാംസ് പലരും കണ്ടതാണ്. മിമിക്രിയും സിനിമയൊക്കെയാണ് നമ്മുടെ പ്രധാന പ്രവർത്തന മേഖല. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിമിക്രിക്കാരൻ എന്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ബർത്ത്ഡേ പാർട്ടിയിൽ ഉണ്ടാകുന്ന കാര്യം നിങ്ങൾ പലരും ചിന്തിക്കും. പക്ഷേ കാര്യമുണ്ട്. മിമിക്രി അല്ലെങ്കിൽ കലാരംഗത്തെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. എനിക്കും ഒരു ഡ്രാഗൺ തോട്ടമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 200 പോസ്റ്റുകളിലായി 1800 തൈകളോളം നട്ട് ഞാൻ പരിപാലിച്ച് വരുന്നുണ്ട്. അതിപ്പോൾ മുട്ടോട്ട് കായ പിടിച്ച് തുടങ്ങി. ഏകദേശം 10-15ഓളം പഴങ്ങൾ എനിക്ക് അതിൽ നിന്ന് പറിക്കാൻ പറ്റി. അതിനെല്ലാം എനിക്ക് പ്രചോദനം തരുന്നത് എൻ്റെ കൂടെ നമ്മൾ കട്ടക്കിരിക്കാന്ന് പറയുന്നത്. അതുപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ കൂടെ നിൽക്കുകയും നമ്മളപ്പോൾ ഏത് പാരാത്ത വിളിച്ചാൽ സംശയങ്ങളൊക്കെ മാനേജരൊക്കെ ചെയ്യുന്ന ടീച്ചറിന് ഒരു നന്ദി കൂടി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ കൂടി എല്ലാവർക്കും ഒരു ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം സാറിൻ്റെ ബർത്ത്ഡേ പരിപാടിയാണ്. സാറിന് ബർത്ത്ഡേ ആശംസ അറിയിക്കുന്നു. കൂടെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിൻസിപ്പളായാലും നമ്മുടെ സാറായാലും ശ്രീനിവാസ സാറായാലും എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. താങ്ക് യു.
പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടാണ് എൻ്റെ കൃഷി. അപ്പോൾ ഈ ഫ്രണ്ട്സ്, 100% ജൈവവളങ്ങൾ മാത്രം നൽകി ഉൽപ്പാദിപ്പിച്ച ഡ്രാഗൺ പഴങ്ങളാണ് ഈ ഗിഫ്റ്റ് ഹാമ്പറിൽ ഉൾപ്പെടുത്തിയത്. ഇത് നമ്മുടെ ഇളം തലമുറയുടെയും ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഒരുപക്ഷെ നാം ഒന്ന് മാറി ചിന്തിച്ചാൽ ലോകത്തിന് തന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകും ഈ ഒരു ചെറിയ ഹാമ്പർ ബോക്സ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.